എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടി വയനാട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ കുട്ടികളൊക്കെ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിരുന്നത് വയനാട് സുൽത്താൻ ബത്തേരി സെൻറ് ജോസഫ് സ്കൂളിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുട്ടികൾ ഏകദേശം ഹൈസ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറ്റിയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു 40 വർഷത്തോളം പഴക്കമുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ വളരെ നല്ല ഞങ്ങൾ 2 കുടുംബമായിട്ട് നല്ല കുടുംബ സുഹൃത്താണ്. ഒരിക്കലും അവരും അവിടെ വരാറുണ്ട്, ഞങ്ങളും വരാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് നോക്കി ഈ പൂവിൻ്റെ ഒരു ഭംഗിയുണ്ട്. എത്ര നല്ല ഭംഗിയുള്ള പൂവുള്ളത് ഉണ്ടോ? പൂവിൻ്റെ കളറും ഇവിടെ എന്ത് നട്ടാലും പിടിക്കും. ഇത് മനോഹരമായ ഒരു ഗാർഡനും പത്ത് വിളിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇവിടുത്തെ ഒരു ചെറിയാണ്. ഇഷ്ടംപോലെ ആ ചെറി ഇതെന്ന് പഴുക്കുമ്പോൾ തിന്നാം. ഒത്തിരി പറിച്ച് ഇങ്ങനെ തിന്നാനുള്ള ഒരു ഇവിടെയുണ്ട്. ഇന്ന് വരുമ്പോൾ തിന്നാനൊക്കെ നല്ല വളരെ ടേസ്റ്റുണ്ട്. പുളിയുണ്ട്, പുളി പഴുക്കുമ്പോൾ മധുരമുണ്ട്. പക്ഷെ ഇതിൻ്റെ എന്തൊക്കെയോ കൂട്ടാനൊക്കെ ചെയ്യുന്നുണ്ട്, അച്ചാർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ഇതാണ്. ഇത്രയും പറിച്ചതാണ് ഇതിന്ന്. ആണ് നമ്മുടെ അഡ്വക്കേറ്റ് CC മാത്യു, ഞങ്ങളുടെ ഫ്രണ്ട്. ഫാമിലി അകത്തുണ്ട്. ഞങ്ങൾ രാവിലെ ഇവിടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവരിങ്ങനെ വയനാട്ടിൽ അടിച്ച് പൊളിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇന്നലെ ഞങ്ങൾ എന്താ പറയുക കുറുവായലൻ്റെ തിരുനെല്ലി ടെമ്പിള്, പഴശ്ശി ടോമ്പൊക്കെ പോയി. ഇന്നും ബാണാസുരത, പിന്നെ ആദിവാസികളുടെ ഒരു എന്നൂര് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടെ. പിന്നെ അണക്കെട്ടുകൾ. ഇങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രായമായാലും ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾ വിടില്ല. ഞങ്ങളുടെ ഒരു ഹോബിയാണ് ഇങ്ങനെ. പ്രായം എന്ന് പറയുന്നത് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. ഞാണ്ടല്ലോ ഒരു ഗാർഡനൊക്കെ ഇപ്പോഴും നല്ല പോലെ. ഇവിടുത്തെ റോസ്, പക്ഷെ പൂവൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാം. നമുക്ക് മറ്റേത് എടുക്കാമല്ലോ. ഇവിടെ വന്നിട്ട് രാവിലെ വന്നിട്ട് കരിക്ക് കുടിക്കും. ഇതാണ് ഞങ്ങളുടെ വയനാട്ടിലെ ആ ക്ലൈമറ്റും. രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പും. ഇതിൽ പടർത്തിയിരിക്കുന്നത് ഇതെല്ലാം ഒരു വള്ളി ചീരയാണ്. നല്ലതാണ് വിറ്റാമിനുള്ളത്. പക്ഷേ അതാർക്കും അധികം പേർക്കും അറിയില്ല. കൊഴുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ പേരൊന്നും കഴിക്കാതിരിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ ചെറി ടൊമാറ്റോ, ഇഷ്ടംപോലെ ചെറി ടൊമാറ്റോ ഉള്ളൊരു എത്ര ചെറി ടൊമാറ്റോ ഉണ്ട് ഇതിൽ. ഇതാണ് ചെറി ടൊമാറ്റോ എന്ന് പറഞ്ഞ സാധനം. കൊലയായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ല ചെറി ടൊമാറ്റോ. അതിങ്ങനെ ഒരു കായലും പോകില്ല, ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും അത് പക്ഷെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയാൽ അത് പിടിച്ചു വരാൻ കുറച്ച് പ്രയാസമാണ്. ഇവിടെ ഞങ്ങളെല്ലാം പക്ഷേ ഇതെടുത്തിട്ട് നമ്മുടെ കറിക്കിടാനൊക്കെ വളരെ ഇങ്ങനത്തെ പൂവാണ്. അത് നമ്മുടെ നാട്ടിൽ ഇത്രയും വിലയോടുകൂടി ഈ പൂ തന്നെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് അതുണ്ടാവില്ല. ഇതന്നെ വൈറ്റ് ഇതൊരു ഭംഗി ഒരു കളർ. അതിൻ്റെ തന്നെ മറ്റേ വേറൊരു കളറാണ് അതിരിക്കുന്നത്. ഇവിടെ ഇപ്പം വിരിഞ്ഞ് ചാഞ്ഞിരിക്കുകയാണ്. ഇത് 4 മണിപ്പൂ എന്ന് പറയും. പക്ഷേ എന്തൊരു കളറാണെന്നൊക്കെ അതിൻ്റെ കളർ വളരെ ഒരു
പട്ടിയെ കാണിച്ചോ? ഇതൊരു കൊന്നയാണ്. ഇതൊരു കൊന്ന, പക്ഷെ കൊന്നപ്പൂ പോലെയാണ്. പക്ഷെ വർഷം മുഴുവനുണ്ട്, കൊന്നയല്ല. അതിങ്ങനെ നല്ല മൊട്ട് പോലെ ഇരിക്കുന്നു. അതിലൊരു കൊന്നയല്ല അത് ശരിക്കും നോക്കിയാൽ. പക്ഷെ കളറ് കണ്ടാൽ കൊന്നയൊന്നും. ഇവിടുത്തെ റോസപ്പൂവിൻ്റെ സൈസ് കണ്ടു. ഇതാണ് ഇവിടുത്തെ റോസ്. ഇതിൻ്റെ പല കളറും ഉണ്ട്. അത് പിന്നെ ഇവിടുത്തെ കാപ്പിക്കുരുവിൻ്റെ, അത് ഏലമാണ് കേട്ടോ. ഇത് കാപ്പിക്കുരുവാണ് ഇവിടുത്തെ. ഇതാണ് കാപ്പിക്കുരുവാണ് വയനാട്ടിലെ ഏറ്റവും വിലപ്പെട്ട സാധനം, ഭംഗിയുള്ള സാധനം. ഇത് ഇച്ചിരി കൂടെ കുറച്ചുകൂടെ 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ മരങ്ങൾ മുഴുവൻ റെഡായിരിക്കും. നല്ല, പക്ഷെ അതിൻ്റെ പൂ വിരിയുന്ന സമയത്ത് നല്ല മണമായിരിക്കും. ആദ്യം വിരിയുമ്പോൾ നല്ല ഭംഗിയാണ് പൂ വിരിച്ച്. വേറൊക്കെയാണ് പറിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അതിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോഴേ അതുണ്ടായി ഇതായിരിക്കുള്ളൂ. ഇത് മുഴുവൻ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ 2 വലിയ നമ്മുടെ 2 പട്ടികളുണ്ട്. അതുകൊണ്ട് അത് മാന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്.